ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം അല്ലേ, അതും വീക്കെൻഡിലുള്ളൊരു ഡേ ഇൻ മൈ ലൈഫ്. ഈ വീക്കെൻഡിലെ ഡേ ഇൻ മൈ ലൈഫിന് എന്താണ് ഒരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ, വീക്കെൻഡിൽ എനിക്ക് മാത്രം ജോലിക്ക് പോയാൽ മതിയെന്നേ, ബാക്കിയുള്ളവർക്ക് ആർക്കും ജോലിയില്ല, അവർക്ക് നല്ല സുഖത്തിന് കിടന്നുറങ്ങാം. എൻ്റെ ഒരു അവസ്ഥ ഓർത്ത് നോക്കി. എനിക്ക് രാവിലെ എഴുന്നേക്കാൻ ഭയങ്കര മടിയാണ്. രാത്രി എത്ര നേരം വേണേലും ഉറക്കളച്ചിരിക്കാം കേട്ടോ, പക്ഷേ രാവിലെ അങ്ങനെ അലാം പോസ്റ്റ്പോൺ ചെയ്ത് ഒരു 6 മണി വരെ കിടന്നുറങ്ങി. പിന്നെ ചാടി എഴുന്നേറ്റു. എന്നിട്ട് നേരെ കിച്ചണിൽ പോയി 2 മുട്ട പുഴുങ്ങാനിട്ടു. മുട്ടയൊന്നുമില്ല, എൻ്റെ ഒരു ലൈഫ് ഞാൻ ചിലപ്പോൾ ആലോചിക്കും എന്ത് പാടായിരിക്കുമെന്ന്. ശരിക്കും പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഒക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്, പക്ഷേ അത് പാഴ്സൽ എടുക്കാൻ കുറേ സമയം എടുക്കുകയല്ലേ. അതുകൊണ്ട് ലഞ്ചിന് ഞാൻ ഓർത്തു ഒരു അവോക്കാഡോ സ്മൂത്തി അടിക്കാമെന്ന്. ഇതാകുമ്പം കൊണ്ടാനും എളുപ്പം, ഉണ്ടാക്കാൻ എളുപ്പം, എല്ലാം എളുപ്പമല്ലേ. ചോറും കറിയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഫ്രിഡ്ജ് നേരത്തെ ഉണ്ടാക്കി വെച്ചതാണ്. അത് പിന്നെ ഒരു മടി, അങ്ങനെ അതൊന്നും എടുത്തില്ല കേട്ടോ. പിന്നെ നേരെ ബാത്റൂമിൽ പോയി ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടില്ല, ഞാൻ നേരെ എഴുന്നേക്കുന്ന ഉടനെ അടുക്കളയിലോട്ട് പോയി എൻ്റെ അത്യാവശ്യ സാധനങ്ങളൊന്നും ഒതുക്കിയിട്ടാണ് പിന്നെ ബ്രഷ് ചെയ്യാൻ പോകുന്നത്. അവിടെ ചെന്നപ്പോഴാണ്ട് ഇങ്ങോട്ട് നോക്കിയേ, ബ്രഷ് നോക്കി, 2 പേരുടെ ബ്രഷാണ്. ഒന്ന് വൈറ്റ് കളർ കൂടുതലുള്ളതും ഒന്ന് ബ്ലാക്ക് കളർ കൂടുതലുള്ളതും. കോമണായിട്ട് പറഞ്ഞാൽ ബ്ലാക്ക് വൈറ്റും വൈറ്റ് ബ്ലാക്കും. ഈ സീബ്രയുടെ കാര്യം പറഞ്ഞ പോലെ. പക്ഷേ ഇതിലേതാ എൻ്റെ ബ്രഷ് എന്ന് ആലോചിച്ചുണ്ടല്ലോ കുറേ സമയം അങ്ങ് പോകുന്നേ. ജസ്റ്റ് വാങ്ങിച്ചൊരു ബ്രഷാണ്. അങ്ങനെ പോകും രാവിലെ ഒരു 10 മിനിറ്റ്. ഈ ഉറക്കപ്പിച്ചിലൊക്കെ എഴുന്നേറ്റ് വരുമ്പോഴേ ഇത് ബ്രഷ് ചെയ്താന്ന് കണ്ടുപിടിക്കാൻ പെടുന്നൊരു പാട്, എന്തൊരവസ്ഥയല്ലേ. അങ്ങനെ ബ്രഷ് തേപ്പൊക്കെ കഴിഞ്ഞു, നേരെ കുളിക്കാൻ കയറി. എല്ലാ ദിവസവും രാവിലെ ജോലിക്ക് പോകുമ്പോൾ ഞാൻ തലയൊന്നും എപ്പോഴും കുളിക്കാറില്ല, ജസ്റ്റ് ബോഡി മാത്രം കുളിച്ചിട്ട് പോകും. പക്ഷേ ഇന്നെന്തോ തലയും കൂടെ കുളിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് എന്ത് പറ്റി, പിന്നെ ലേറ്റായി. പിന്നെ കുളിയെല്ലാം കഴിഞ്ഞ് അടുക്കളയിലേക്ക് ഓടി വന്ന് മുട്ടയൊക്കെ പാഴ്സൽ ചെയ്തെടുത്തു, സ്മൂതിയൊക്കെ എടുത്തു, കഴിക്കാനുള്ളതൊക്കെ എടുത്തു. പിന്നെ കുറച്ച് മോയ്സ്ചറൈസിങ് ക്രീം തേച്ച് പിടിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സൺസ്ക്രീൻ തേച്ചു. അപ്പോഴാണ് ഞാൻ വിചാരിച്ചേ, വലിയ ദീർഘിപ്പിച്ച് വീഡിയോ എടുത്താലേ എനിക്ക് ജോലിക്ക് പോകണ്ടേ, ലേറ്റ് ആവും. അതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ ഒരു ഒറ്റ ഓട്ടമായിരുന്നു ഹോസ്പിറ്റലിലോട്ട്. 7 o'clock എനിക്ക് ജോലിക്ക് കയറേണ്ടത്. അപ്പോൾ അതിന് മുമ്പ് പഞ്ചിൻ ചെയ്തില്ലെങ്കിൽ ലേറ്റ് പഞ്ചാവും. അങ്ങനെ ഓടിപ്പിടിച്ച് ഹോസ്പിറ്റലിൽ ചെന്നതിനാലും 7 o'clock ഒന്നും ആയില്ല, അതിന് മുമ്പ് തന്നെ പഞ്ചിൻ ചെയ്തു. അങ്ങനെ ജോലിയിൽ കയറി. ഞാൻ പറഞ്ഞില്ലേ സൺഡേ ആയിട്ട് തന്നെ ഉണ്ടല്ലോ, മനസ്സിനൊരു വിഷമമായിരുന്നതേ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഉച്ചയൊക്കെ ആറായപ്പോൾ ഒരു ഫോൺ വന്നു, പുറത്തോട്ട് പോകാൻ ഞങ്ങൾ പുറത്തുണ്ടെന്ന്. ഞായറാഴ്ച ഇവർ പള്ളിയിൽ പോയിട്ട് വരുമ്പോൾ എനിക്കൊരു കോഫി വാങ്ങിച്ചുകൊണ്ട് വരും കേട്ടോ. ഇന്ന് പക്ഷേ കോഫിയുടെ കൂട്ടത്തിൽ ഒരു ഹോട്ട് ഡോഗും കൂടെ ഉണ്ടായിരുന്നു. ഹോട്ട് ഡോഗ് എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വന്നല്ലെന്ന് വിചാരിച്ച് കഴിച്ചു. അങ്ങനെ ഹോട്ട് ഡോഗും കോഫിയൊക്കെ കുടിച്ചുകൊണ്ട് പിന്നെ എനിക്ക് ലഞ്ച് സമയമായപ്പോൾ വിശന്നൊന്നും ഇല്ലെന്നേ. പിന്നെ ഒരു ഈവനിങ് ആയപ്പോൾ ഞാൻ ലഞ്ച് ബ്രേക്ക് എടുത്തത്. പക്ഷേ ഇന്ന് എൻ്റെ കൂടെ ലഞ്ച് ബ്രേക്കിന് നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ആരും ഇല്ലായിരുന്നു, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ എപ്പോഴും പറയും എന്തൊരു ആളും ബഹളമാണെന്നല്ലേ. എപ്പോഴൊന്നും സംഭവിക്കുന്നതല്ല കേട്ടോ, ഇടയ്ക്കൊക്കെ സംഭവിക്കുന്ന. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ലഞ്ച് ബ്രേക്ക് ഞാൻ അവിടുത്തെ കോഫി ഷോപ്പിൽ പോകാമെന്ന്. അതാകുമ്പോൾ അവിടെ പോയി കോഫി കുടിച്ച് അവിടെ ഇരിക്കാമല്ലോ. സാധാരണ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് ഇവിടുന്ന് കോഫി എടുത്തിട്ട് ഞാൻ നമ്മുടെ സ്റ്റാഫ് ലോഞ്ചിൽ പോയിട്ട് കോഫി കുടിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് പക്ഷേ എനിക്ക് കൂട്ടുകാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇവിടെ ഇരുന്ന് കോഫി കുടിക്കാം. ഇവിടെ ഇരുന്ന് കോഫി കുടിക്കാൻ ഒരു പ്രത്യേക വൈബ് കേട്ടോ. പുറത്ത് നമ്മുടെ എന്താ പറയണ്ടേ, പ്രകൃതി രമണീയൊക്കെ കണ്ടുകൊണ്ടിരിക്കാമല്ലോ. അല്ലാതെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ കയറി അധികം രമണീനെ ഒന്നും കാണാൻ പറ്റത്തില്ല. ഇവിടെ ആകുമ്പം പുറത്ത് എന്താ പറയുന്നത്, ഇച്ചിരി വെട്ടവും വെളിച്ചമൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക മനസ്സിനൊരു പ്രത്യേക സുഖമല്ലേ, ഒരു പോസിറ്റീവ് വൈബ് എന്ന് പറയുന്ന പോലെ. പക്ഷേ ഇന്നാണ് ഒരു വണ്ടി പോലും അതുവഴി പേരിന് പോകാനില്ലായിരുന്നു. വീക്കെൻഡ് ആയതുകൊണ്ടേ അവിടെ വലിയ ആളും ബഹളമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് നേരം വായി നോക്കിയൊക്കെ ഇരുന്നു. പിന്നെ വീട്ടിൽ മമ്മിയെ ഫോൺ വിളിച്ചു. അങ്ങനെ സമയമൊക്കെ കഴിഞ്ഞു. എൻ്റെ ലഞ്ച് ബ്രേക്കിന് ടൈം കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു പോയി. ഞാൻ ശരിക്കും പറഞ്ഞാൽ ജസ്റ്റി മോനെ ഒന്ന് ഫോൺ വിളിച്ച് നോക്കി, പക്ഷേ നമ്മുടെ ജസ്റ്റി ഫോൺ എടുത്തില്ല. വീക്കെൻഡൊക്കെ അല്ലേ, പുള്ളി കിടന്ന് ഉറങ്ങുമെന്ന് എനിക്ക് തോന്നി. ഉറങ്ങുന്നവരെ നമ്മളെന്തിനല്ലേ ഫോൺ വിളിച്ച് ശല്യപ്പെടുത്തുന്നത്, ഉറങ്ങട്ടെ, വീക്കെൻഡിലല്ലേ അവർക്കൊക്കെ ഉറങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ ജോലി സമയമൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല, എൻ്റെ ചില വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്കൊരു കുഞ്ഞൊരു സൂപ്പർ മാർക്കറ്റ് പോലെ ഉണ്ട്. അവിടെ ഇപ്പോൾ നമ്മുടെ ജേഡു ഐസ്ക്രീം വാങ്ങിക്കാനോ ചോക്ലേറ്റ് വാങ്ങിക്കാനോ ഒക്കെ വന്നാൽ അങ്ങനെ അവന് 2 ചോക്ലേറ്റൊക്കെ വാങ്ങിച്ചു. അവൻ സൈക്കിളും കൊണ്ട് വന്നവരെ. അത് നമ്മുടെ ഹോസ്പിറ്റലിലെ കോമ്പൗണ്ടിൽ കൂടി സൈക്കിളേ കയറാൻ നല്ല കുറേ ഏരിയ ഉണ്ട്. അതാകുമ്പം സേഫായിട്ട് സൈക്കിൾ ഓടിക്കാം. അത് ഞാൻ സൈക്കിൾ വണ്ടിയെ വെച്ച് പിന്നെ വീട്ടിലോട്ട് പോയപ്പോൾ അങ്ങനെ സൈക്കിൾ കയറ്റമൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ വീട്ടിലോട്ട് പോന്നു. പിന്നെ നേരെ കിച്ചണിൽ പോയി എൻ്റെ പാത്രമൊക്കെ കഴുകാനിട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ബാത്റൂമിൽ കയറി കുളിയെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് നേരെ ഹോളിലോട്ട് ചെന്നു. വല്ല ഉണ്ടാക്കി വെച്ചാൽ കഴിക്കണം, അല്ലേ വെറുതെ ഇരിക്കണം. അതാണ് നമ്മളുടെ ലക്ഷ്യം. എന്നത് ട്രൈ ചെയ്തോ? എൻ്റെ പൊന്നി സ്റ്റിങ് അടിച്ച് മുത്ത, അതിൻ്റെ മൂട് ചെത്തണം ആദ്യം കത്തി വെച്ചിട്ട്, എന്നിട്ട് വേണം പീലർ എടുക്കാൻ. എൻ്റെ പൊന്നളിയോ, ഇങ്ങാണില്ല, ഞാൻ ചെത്തിത്തരാം. എൻ്റെ പ്ലേറ്റും കൊണ്ടെത്താ. എൻ്റെ കുട്ടീനെ ഞാൻ എല്ലാം പഠിപ്പിക്കണമല്ലോ അല്ലേ. ഒരു വീട്ടിലോട്ട് എങ്ങനെ നിന്നെ ഞാൻ കെട്ടിച്ചു വിടൂടെ. ഇനി അവിടെ നിന്ന് പീലർ പിടി. എന്നത്
ഇങ്ങനെ വേണം മാങ്ങ പീൽ ചെയ്യാൻ. മാങ്ങ പീൽ ചെയ്യാൻ പറ്റുന്നില്ല. നല്ല സൂപ്പർ മണമുണ്ട് കേട്ടോ. നല്ലതാണോ കഴിച്ചിട്ട്? അടിപൊളി. കുറച്ചുകൂടെ മേടിക്കാന്നല്ലോ. ചിലപ്പോ ലുലുന്ന് വാങ്ങിക്കുന്ന അഴുക്കായിരിക്കും. അവിടെ മേടിച്ചല്ലേ? തിന്നു. ഈ മാങ്ങയുടെ ഒരു പ്രത്യേകത, ഈ മാങ്ങാണ്ടിക്ക് തീരെ കട്ടിയില്ലെന്നുള്ള. ഇതുണ്ടോ? ഇതിന്റെ കൂടെ കേടാണല്ലോ രണ്ട് സൈഡും. മാങ്ങാണ്ടിക്ക് കൂട്ട് വെക്കോ? അണ്ണന്റെ മൂത്രം കച്ചി കുടിച്ചോ, എന്റെ മൂത്രം കച്ച കുടിച്ചോ. ജസ്റ്റ് മുമ്പ് വെച്ചല്ലേ ഞാൻ മാങ്ങാണ്ടിത്. അതവിടെ ചെത്തിക്കളാം. ചെത്തിക്കളായ മുത്തേ. നാളത്തെ ജസ്റ്റ് അസൈൻമെന്റ് എങ്ങനെ മാങ്ങ ചെത്താം എന്ന പന്തി. ഒരു ചക്ക മുറിക്കാൻ അറിയാൻ എങ്കിൽ ഇത് രണ്ട് പീസാ. 2 തുണ്ടിക്ക് 40 ദിർഹംസ് എന്ന് പറഞ്ഞാൽ നാട്ടിലെ 1000 രൂപ അടുത്ത്. ഇത്ര ഞങ്ങളുടെ ചക്ക ഉണ്ടായിരുന്ന ചുമന്നിരിക്കണ ചക്കയായിരുന്നു നമ്മുടെ ചക്ക. ഇതുണ്ടോ? നല്ല പച്ച തുണ്ടിയാ. ഇത് മലേഷ്യൻ. അവിടെ കിട്ടിയത് വിയറ്റ്നാം അല്ലേ? ആ ഞങ്ങളുടെ നല്ല ഇത് ഓറഞ്ച് പോലെ ചുള്ളോ ഉള്ളില്ലേ ചക്കയുടെ ഉള്ളു ഓറഞ്ച് ഉണ്ടായിരുന്ന. മഞ്ഞ കളറല്ല ഓറഞ്ച് കളറായിരുന്നു. കേക്കുന്നുണ്ട്. ഞാൻ ചക്കയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഒരു നിമിഷം. നോക്കി കണ്ടിട്ട് കുഴപ്പമില്ലെന്ന് തോന്നുന്നല്ലേ? കണ്ടിട്ട് അറിയില്ല, കുഴപ്പമില്ലെന്ന്. ഇത് ചക്ക ചൊളയുണ്ട്. ഇന്ത്യയിൽ മേടിച്ച ചൊളയില്ലായിരുന്നു. പൊളിച്ചില്ല, പൊളിക്കുന്നേ ഉള്ളൂ. നോക്കട്ടെ, ഗണപതിക്ക് കൊടുത്തു നോക്കട്ടെ ആദ്യത്തെ. ഇവൻ നോക്ക് പഴുത്തില്ലേ? പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മളിപ്പോ മാങ്ങാപ്പഴം തിന്നല്ലേ ഉള്ളൂ. എല്ലാം കൂടെ ആവുമ്പോ ഡയറ്റിങ് ആവുമല്ലോ. കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ ചക്ക മുറിച്ചുകൊണ്ടിരുന്നപ്പോൾ ചേച്ചിയും ചേട്ടനും ഒക്കെ വിളിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഗ്രൂപ്പായിട്ട് 4 പേരും കൂടെ ചക്ക വെട്ടിയത്. അതുകൊണ്ടാണ് വോയിസ് വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത 2 പേരുടെ വോയിസും കൂടെ നിങ്ങൾ കേൾക്കേണ്ടി വന്നത്. അവരുടെ പെർമിഷൻ ഇല്ലാതെ ഞാൻ അവരുടെ വോയിസ് ഇടുവാണ്. അങ്ങനെ ചക്കയൊക്കെ വെട്ടി തിന്ന് ഞാൻ നേരെ കട്ടിലിലോട്ടും കയറി. അപ്പോൾ ശരി, പോച്ചും വരാം.